അത്തീൻ പുതിയതായി ലോഞ്ച് ചെയ്ത പ്രൊഡക്റ്റാണ് തൽബീന സുന്ന ഫുഡ്. 1400 വർഷങ്ങളായി അറബികൾ കഴിച്ചു വരുന്നതും പ്രവാചക ചര്യയിൽപ്പെട്ടുമായ ഒരു ഫുഡാണ് തൽബീന. പ്രധാനമായി ഇത് പാലുമായി ബാർലി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതോടൊപ്പം കരിഞ്ജീരകം, ഇന്ദുപ്പ്, ഈത്തപ്പഴമൊക്കെ ചേർക്കാറുണ്ട്. ഇത് മനസ്സിന് ആശ്വാസവും രോഗത്തിന് ശമനവുമാണെന്നാണ് പ്രവാചക വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത്തീൻ തൽബീനിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇതിൽ ബാർലി, അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആയ അണ്ടിപ്പരിപ്പ്, ബദാം, അതുപോലെ ജീരകം, കരിഞ്ജീരകം, ചുക്ക്, അതുപോലെ തന്നെ കാരക്ക എന്നിവയാണ് അടങ്ങിയിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത് ആരും കഴിക്കാൻ പറ്റും. ഷുഗർ പേഷ്യന്റ് ആയിക്കോട്ടെ, രോഗി ആയിക്കോട്ടെ, ഇനി നോമ്പ് കാലത്തായിക്കോട്ടെ, ഏതവസ്ഥയിലും കഴിക്കാൻ പറ്റും. ഇതിൽ ഷുഗറോ അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സോ കളേഴ്സോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. നല്ല ഹെൽത്തി ആയ ഒരു ഫുഡാണ്. ഒരുപാട് ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയ ഒരു ഫുഡ് തന്നെയാണ് തൽബീന. തയ്യാറാക്കേണ്ട വിധം: ഒരു ഗ്ലാസ് തേങ്ങാപ്പാലോ ഇല്ലെങ്കിൽ 1/4 ഗ്ലാസ് പാലിൽ വെള്ളം ചേർത്ത് 1 സ്പൂണ് തൽബീന ഇട്ട് നല്ലപോലെ ഇളക്കുക. ഇത് ചൂടാക്കി കുറുക്കിയതിനു ശേഷം തണിഞ്ഞതിന് ശേഷം തേൻ ചേർത്ത് കഴിക്കലാണ് അതിന്റെ യഥാർത്ഥ രൂപം. അത്തീൻ പുതിയതായി ലോഞ്ച് ചെയ്ത പ്രൊഡക്റ്റാണ് തൽബീന സുന്ന ഫുഡ്. 1400 വർഷങ്ങളായി അറബികൾ കഴിച്ചു വരുന്നതും പ്രവാചക ചര്യയിൽപ്പെട്ടുമായ ഒരു ഫുഡാണ് തൽബീന. പ്രധാനമായി ഇത് പാലുമായി ബാർലി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതോടൊപ്പം കരിഞ്ജീരകം, ഇന്ദുപ്പ്, ഈത്തപ്പഴമൊക്കെ ചേർക്കാറുണ്ട്. ഇത് മനസ്സിന് ആശ്വാസവും രോഗത്തിന് ശമനവുമാണെന്നാണ് പ്രവാചക വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത്തീൻ തൽബീനിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇതിൽ ബാർലി, അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആയ അണ്ടിപ്പരിപ്പ്, ബദാം, അതുപോലെ ജീരകം, കരിഞ്ജീരകം, ചുക്ക്, അതുപോലെ തന്നെ കാരക്ക എന്നിവയാണ് അടങ്ങിയിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത് ആരും കഴിക്കാൻ പറ്റും. ഷുഗർ പേഷ്യന്റ് ആയിക്കോട്ടെ, രോഗി ആയിക്കോട്ടെ, ഇനി നോമ്പ് കാലത്തായിക്കോട്ടെ, ഏതവസ്ഥയിലും കഴിക്കാൻ പറ്റും. ഇതിൽ ഷുഗറോ അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സോ കളേഴ്സോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. നല്ല ഹെൽത്തി ആയ ഒരു ഫുഡാണ്. ഒരുപാട് ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയ ഒരു ഫുഡ് തന്നെയാണ് തൽബീന. തയ്യാറാക്കേണ്ട വിധം: ഒരു ഗ്ലാസ് തേങ്ങാപ്പാലോ ഇല്ലെങ്കിൽ 1/4 ഗ്ലാസ് പാലിൽ വെള്ളം ചേർത്ത് 1 സ്പൂണ് തൽബീന ഇട്ട് നല്ലപോലെ ഇളക്കുക. ഇത് ചൂടാക്കി കുറുക്കിയതിനു ശേഷം തണിഞ്ഞതിന് ശേഷം തേൻ ചേർത്ത് കഴിക്കലാണ് അതിന്റെ യഥാർത്ഥ രൂപം.